പ്രിയപ്പെട്ട കൂട്ടുകാരെ, VHSC മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യൂറിൻ അനാലിസിസ് ആദ്യ ഭാഗങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. മൂത്രപരിശോധനയുടെ പ്രാധാന്യം എന്താണ്, ഒരു റൂട്ടീൻ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ചെയ്യുന്ന മൂത്രപരിശോധനകൾ ഏതെല്ലാമാണ് എന്നൊക്കെ നാം പഠിച്ചു. മൂത്രപരിശോധനകളെ ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്നിങ്ങനെ 3 വിധത്തിലാണ് നിർവഹിക്കുന്നത് എന്നും മനസ്സിലാക്കി. അതിൽ യൂറിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നാം വിശദമായി പഠിച്ചു. ഇന്ന് യൂറിൻ്റെ കെമിക്കൽ എക്സാമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കിഡ്നികളാണല്ലോ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരാളുടെ മൂത്രത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളിൽ നോർമലായി കാണപ്പെടുന്നവയുമുണ്ട്, അബ്നോർമലായി കാണപ്പെടുന്നവയുമുണ്ട്. അതായത് അസുഖമില്ലാത്ത നോർമൽ അവസ്ഥയിൽ കാണപ്പെടുന്നവയും രോഗാവസ്ഥയിൽ കാണപ്പെടുന്നവയുമുണ്ട് എന്നർത്ഥം. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ ഘടകങ്ങൾ രൂപപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഘടകങ്ങളുടെ സാന്നിധ്യമോ അവയുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകളോ കണ്ടെത്തുന്നതിനാണ് കെമിക്കൽ എക്സാമിനേഷൻ നിർവഹിക്കുന്നത്. നോക്കൂ, ഒരാളുടെ രോഗാവസ്ഥയെയോ അതിലേക്കുള്ള സൂചനകളോ നമുക്ക് ഈ പരിശോധനകളിലൂടെ കിട്ടുന്നുണ്ട്. Chemical examination of urine is done to detect presence or absence of certain constituents which reflects disease state of body. ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഘടകങ്ങളുടെ മൂത്രത്തിലെ സാന്നിധ്യമോ അളവിലെ ഏറ്റക്കുറച്ചിലുകളോ കണ്ടെത്തുന്നതിനാണ് യൂറിൻ കെമിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത്. ഈ പരിശോധനകൾക്കായി റാൻഡം യൂറിൻ സാമ്പിളുകളാണ് നാം ശേഖരിക്കാറുള്ളത്. യൂറിൻ സാമ്പിൾ കളക്ഷനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഇനി ഏതൊക്കെ ഘടകങ്ങളുടെ പരിശോധനയാണ് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം. ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ, ഷുഗർ, കീറ്റോൺ ബോഡീസ്, ബ്ലഡ്, ബൈൽ പിഗ്മെൻറ്റ്, ബൈൽ സോൾട്ട്, യൂറോബിലിനോജൻ എന്നിവയാണ് റൂട്ടീൻ യൂറിൻ കെമിക്കൽ എക്സാമിനേഷനിൽ ഉൾപ്പെട്ട ടെസ്റ്റുകൾ. ഈ പരിശോധനകൾ നടത്തുന്നത് രാസപ്രവർത്തനങ്ങൾ അഥവാ കെമിക്കൽ റിയാക്ഷൻസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവയിൽ മിക്കതും എളുപ്പത്തിൽ കുറഞ്ഞ സ്റ്റെപ്പുകൾ കൊണ്ട് ചെയ്യാവുന്നവയാണ്. എന്നാൽ ഇന്ന് ഏറെ പ്രചാരത്തിലുള്ളത് റിയേജന്റ് സ്ട്രിപ്സ് മെത്തേഡാണ്. റിയാജന്റ് സ്ട്രിപ്സ് അഥവാ ഡിപ്സ്റ്റിക്സിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് സ്ട്രിപ്പാണ്. ഇതിൽ ടെസ്റ്റുകൾക്കുള്ള രാസവസ്തുക്കൾ അഥവാ നാം ഉപയോഗിക്കുന്ന റിയേജൻറ്റുകൾ കെമിക്കൽ പാഡുകളായാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരം സ്ട്രിപ്പുകളിൽ നേരത്തെ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളുടെയും കെമിക്കൽ പാഡുകൾ കാണും. റിയാജന്റ് സ്ട്രിപ്പ് യൂറിനിൽ ഡിപ്പ് ചെയ്തെടുത്താൽ അതിലെ കെമിക്കൽ പാഡുകളിൽ വരുന്ന കളർ മാറ്റത്തെ തന്നിട്ടുള്ള ചാർട്ടിൽ താരതമ്യപ്പെടുത്തിയാണ് റിസൾട്ട് കണ്ടെത്തുന്നത്. റിയാജന്റ് സ്ട്രിപ്പ് മെത്തേഡ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും മിനിറ്റുകൾക്കകം റിസൾട്ട് തരുന്നതുമായ ഒരു രീതിയാണ്. ഇനി നമുക്ക് സിലബസ് പ്രകാരം യൂറിനിലെ കെമിക്കൽ പരിശോധനകൾ വിശദമായി പഠിക്കാം. ആദ്യം നാം പഠിക്കുന്നത് യൂറിൻ പ്രോട്ടീൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. നോർമൽ അവസ്ഥയിൽ വളരെ കുറച്ചളവ് പ്രോട്ടീൻ മാത്രമാണ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത്. ഒരു ദിവസം പരമാവധി 100 മില്ലിഗ്രാം വരെ മാത്രം. ഇതാണെങ്കിലോ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൽ കണ്ടെത്താനും കഴിയില്ല. എന്നാൽ രോഗാവസ്ഥയിൽ വളരെ കൂടുതലായാണ് മൂത്രത്തിൽ പ്രോട്ടീൻ കാണപ്പെടുന്നത്. ഇങ്ങനെ മൂത്രത്തിൽ പ്രോട്ടീൻ കാണപ്പെടുന്ന അവസ്ഥയെ പ്രോട്ടീനൂറിയ എന്ന് വിളിക്കാം. അപ്പോൾ പ്രോട്ടീനൂറിയ is the term used for increased protein excretion in urine. യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും കോമൺ ആയ പ്രോട്ടീൻ ആൽബുമിനാണ്. മൂത്രത്തിൽ ആൽബുമിൻ കാണപ്പെടുന്ന അവസ്ഥയാണ് ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. അതായത് ആൽബുമിനൂറിയ is the term used for increased albumin excretion in urine. പ്രോട്ടീനൂറിയ പ്രധാനമായും കാണപ്പെടുന്നത് നെഫ്രോട്ടിക് സിൻഡ്രം, നെഫ്രോസിസ് പോലുള്ള വൃക്കരോഗങ്ങളിലാണ്. മൾട്ടിപ്പിൾ മയലോമ എന്ന രോഗാവസ്ഥയിലും കെമിക്കൽ പോയ്സൺസ് ഉണ്ടാകുമ്പോഴും പ്രോട്ടീനൂറിയ കാണപ്പെടുന്നു. യൂറിൻ പ്രോട്ടീൻ കണ്ടെത്താനുള്ള പ്രധാന പരിശോധനാ രീതികൾ ഏതൊക്കെയാണ്? 1. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ്,
2 സൾഫോസാലിസൈലിക് ആസിഡ് മെത്തേഡ്, 3 റിയാജന്റ് ടെസ്റ്റ് സ്ട്രിപ്സ് മെത്തേഡ്. ഇതിൽ റിയാജന്റ് ടെസ്റ്റ് സ്ട്രിപ്സുകളെ കുറിച്ച് ഞാൻ നേരത്തെ പ്രതിപാദിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡാണ്. കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ബൈ ഹീറ്റ് ഓർ പ്രസിപിറ്റേഷൻ ബൈ കെമിക്കൽ ഏജന്റ് എന്നതാണ് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. പ്രോട്ടീൻ ചൂടേൽക്കുമ്പോൾ ഘടനയ്ക്ക് മാറ്റം വന്ന് കട്ടിയാകുന്നതിനെയാണ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് പ്രോട്ടീനും സംഭവിക്കുന്നു. അതായത് മൂത്രത്തിൽ നിന്ന് പ്രോട്ടീൻ വേർതിരിഞ്ഞു വരുന്നു എന്നർത്ഥം. ഇനി ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. കൊണ്ടുവന്ന യൂറിൻ സാമ്പിൾ ടേബിഡ് ആണെങ്കിൽ, അതായത് ട്രാൻസ്പെറൻ്റ് അല്ല എങ്കിൽ, ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുകയോ സെൻട്രിഫ്യൂജ് ചെയ്യുകയോ ആണ് ആദ്യമായി ചെയ്യേണ്ടത്. ക്ലൗഡി യൂറിൻ സ്പെസിമെൻസ് ആർ ഫിൽറ്റേഡ് ഓർ സെൻട്രിഫ്യൂജ്ഡ്. ഇങ്ങനെ ലഭിക്കുന്ന ക്ലിയറായ യൂറിൻ ഒരു വണ്ണം കുറഞ്ഞ ചെറിയ ടെസ്റ്റ് ട്യൂബിൻ്റെ 3/2 ഭാഗം മാത്രം നിറക്കുക. ഫിൽ 2/3 ഓഫ് എ സ്മാൾ ടെസ്റ്റ് ട്യൂബ് വിത്ത് ദ ക്ലിയർ യൂറിൻ. ശേഷം ഒരു ബർണർ കത്തിച്ച് വെച്ച് ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗം മാത്രം ചൂടാക്കുക. ബോയിൽ ദ അപ്പർ പോർഷൻ ഓഫ് യൂറിൻ ഇൻ ദ ട്യൂബ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലോവർ ഹാഫ് സെർവ്സ് ആസ് കൺട്രോൾ. ചൂടാകാത്ത ബോട്ടം സൈഡുമായി താരതമ്യം ചെയ്ത് കണ്ടെത്താനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇഫ് ടർബിഡിറ്റി ഡെവലപ്സ്, ടെസ്റ്റ് ട്യൂബിൽ ക്ലൗഡിനെസ് രൂപപ്പെടുന്നുവെങ്കിൽ ആഡ് 1 to 2 ഡ്രോപ്സ് ഓഫ് 5% അസറ്റിക് ആസിഡ് സൊല്യൂഷൻ. 1-2 തുള്ളി അസറ്റിക് ആസിഡ് സൊല്യൂഷൻ ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടായ ക്ലൗഡിനെസ് പ്രോട്ടീൻ കൊണ്ട് തന്നെ ഉണ്ടായതാണെന്ന് ഉറപ്പിക്കാനാണ്. മൂത്രത്തിൽ കാണപ്പെടുന്ന കാർബണേറ്റുകളുടെയോ ഫോസ്ഫേറ്റുകളുടെയോ ക്രിസ്റ്റലുകളുടെ സാന്നിധ്യം കൊണ്ടും ക്ലൗഡിനെസ് ഉണ്ടാകാറുണ്ട്. അസറ്റിക് ആസിഡ് ഒഴിച്ചപ്പോൾ ക്ലൗഡിനെസ് മാഞ്ഞുപോയി യൂറിൻ ക്ലിയർ ആയെങ്കിൽ അത് പ്രോട്ടീൻ കൊണ്ടല്ല, കാർബണേറ്റ് ഫോസ്ഫേറ്റ് ക്രിസ്റ്റലുകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. മറിച്ച് അസറ്റിക് ആസിഡ് ഒഴിച്ച് ചൂടാക്കിയപ്പോൾ ക്ലൗഡിനെസ് പോകാതെ തെളിഞ്ഞു തന്നെ നിന്നാൽ നമുക്ക് പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കും. ക്ലൗഡിനെസ് ഇല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്. ക്ലൗഡിനെസ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവും. യൂറിൻ പ്രോട്ടീൻ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലൗഡിനെസ് ഗ്രേഡ് ചെയ്തുകൊണ്ടാണ്. ഗ്രേഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനാവും. ക്ലൗഡിനെസ് ഇല്ലെങ്കിൽ നെഗറ്റീവ്, സ്ലൈറ്റ് ക്ലൗഡിനെസ് ആണെങ്കിൽ ട്രേസ്, ഗ്രാനുലാർ ഫ്ലോക്കുലേഷൻ ഒന്നും ഇല്ലാത്ത നല്ല ക്ലൗഡിനെസ് ഉണ്ടെങ്കിൽ 1+, ഹെവി ഗ്രാനുലാർ ക്ലൗഡിനെസ് ആണെങ്കിൽ 2+, മാർക്ക്ഡ് ഫ്ലോക്കുലേഷനോട് കൂടിയ ക്ലൗഡിനെസ് ആണെങ്കിൽ, ഡെൻസ് ക്ലൗഡിനെസ് ആണെങ്കിൽ 3+, നല്ല കട്ടിയുള്ള പ്രസിപ്പിറ്റേഷനോട് കൂടിയ ക്ലൗഡിനെസ് ആണെങ്കിൽ 4+. ടെസ്റ്റ് ഫോർ യൂറിൻ ഷുഗർ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഷുഗർ ഗ്ലൂക്കോസ് ആണ്. ഫ്രക്ടോസ്, ഗാലക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സുക്രോസ് തുടങ്ങിയവയൊക്കെ ഷുഗർ എന്ന കാറ്റഗറിയിൽ പെടുന്നവയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോർമലായി നമ്മുടെ രക്തത്തിൽ ഒരു നിശ്ചിത അളവിലാണ് ഗ്ലൂക്കോസ് കാണപ്പെടുന്നത്. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കിഡ്നിയിൽ വെച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും രക്തത്തിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ അവസ്ഥയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയില്ല. എന്നാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 180 mg/% എന്ന അളവിനേക്കാൾ കൂടിയാൽ അധികമുള്ള ഗ്ലൂക്കോസ് കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്യപ്പെടുകയും ആയത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗ്ലൂക്കോസിൻ്റെ കാര്യത്തിൽ 180 mg/% എന്ന ബ്ലഡ് ലെവൽ റീനൽ ത്രഷോൾഡായി കണക്കാക്കുന്നത്. അപ്പോൾ റീനൽ ത്രഷോൾഡിന് മുകളിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്തിയാൽ യൂറിനിലൂടെ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. മൂത്രത്തിൽ ഗ്ലൂക്കോസ് കാണപ്പെടുന്ന അവസ്ഥയെ ഗ്ലൈക്കോഷൂറിയ എന്നാണ് വിളിക്കുന്നത്.
പ്രധാനമായും ഗ്ലൈക്കോഷൂറിയ കാണപ്പെടുന്നത് പ്രമേഹം എന്ന് നമ്മൾ വിളിക്കുന്ന ഡയബറ്റസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥയിലാണ്. ഗർഭിണികളിൽ നേരത്തെ പറഞ്ഞ റീനൽ ത്രഷോൾഡിൻ്റെ ലെവൽ കുറയുന്നതിനാൽ ഗ്ലൈക്കോഷൂറിയ കാണാറുണ്ട്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആണെങ്കിലും റീനൽ ട്യൂബുലാർ ഡിസീസ് പോലുള്ള വൃക്ക രോഗാവസ്ഥകളിൽ ഗ്ലൈക്കോഷൂറിയ കാണപ്പെടുന്നു. ഇത്തരം ഗ്ലൈക്കോഷൂറിയ റീനൽ ഗ്ലൈക്കോഷൂറിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് യൂറിൻ ഗ്ലൂക്കോസിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. 2 രീതികളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ബെനഡിക്സ് ടെസ്റ്റ്, 2 റിയാജൻ ടെസ്റ്റ് സ്ട്രിപ്പ് മെത്തേഡ്. ബെനഡിക്സ് ടെസ്റ്റ് ചെയ്യാൻ ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് റിയാജൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബ്ലൂ കളറാണ് ഈ റിയാജൻറ്റിനുള്ളത്. കോപ്പർ സൾഫേറ്റ് ആണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. വെൻ ബെനഡിക്സ് ക്വാളിറ്റേറ്റീവ് റിയാജൻറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് യൂറിൻ, glucose present in urine reduces cupric ions present in the reagent to cuprous ions in alkaline medium. The color changes to green, yellow, orange or red according to concentration of glucose in urine. Benedict's reagent യൂറിനുമായി ചേർത്ത് ചൂടാക്കുമ്പോൾ യൂറിനിലെ ഗ്ലൂക്കോസ് ബെനഡിക്സ് റിയാജൻറ്റിലെ കുപ്രിക് അയൺസിനെ കുപ്രസ് അയൺസ് ആയി റെഡ്യൂസ് ചെയ്യുന്നു. ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ കുപ്രസ് അയൺസ് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് വ്യത്യസ്ത കളറുകൾ കാണിക്കുന്നു. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെയുള്ള കളറുകളാണ് കാണിക്കുന്നത്. ഇത് ഗ്ലൂക്കോസിൻ്റെ ഒരു ഏകദേശ അളവ് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ബെനഡിക്സ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഒരു വലിയ ടെസ്റ്റ് ട്യൂബിൽ 5 ml ബെനഡിക്സ് ലായനി എടുക്കുക. പിപ്പറ്റ് 5 ml ഓഫ് ബെനഡിക്സ് റിയാജൻറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ശേഷം ആഡ് 8 drops ഓഫ് യൂറിൻ, 8 ഡ്രോപ്പ് യൂറിൻ ഒഴിക്കുക. 8 ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.5 ml യൂറിൻ വരും. ഹീറ്റ് കെയർഫുള്ളി ഓവർ എ ഫ്ലെയിം ഫോർ 1 to 2 minutes ഓർ പ്ലേസ് ഇൻ ബോയിലിംഗ് വാട്ടർ ബാത്ത് ഫോർ 5 minutes. എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവം 1-2 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ ചൂടാക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് നേരം ബോയിലിംഗ് വാട്ടർ ബാത്തിൽ വെക്കുക. കൂൾ അണ്ടർ ടാപ്പ് വാട്ടർ, വെള്ളത്തിൽ വെച്ച് നന്നായി തണുപ്പിക്കുക. നോട്ട് ദ കളർ ഓഫ് സൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേറ്റ്, ലായനിയുടെ കളറിനുണ്ടായ മാറ്റവും പ്രസിപ്പിറ്റേറ്റും ശ്രദ്ധിക്കുക. കളറിനനുസരിച്ചാണ് ടെസ്റ്റ് റിസൾട്ട് കണക്കാക്കുന്നത്. യൂറിൻ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയാണ് ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. കളറിന് മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ, അതായത് ബെനഡിക്സ് റിയാജൻറ്റിൻ്റെ നീല കളർ തന്നെയാണെങ്കിൽ റിസൾട്ട് നെഗറ്റീവാണ്, ഷുഗർ ഇല്ല എന്നർത്ഥം. ഗ്രീൻ കളറാണെങ്കിൽ ട്രേസ്, ഗ്രീൻ കളറാണ് പക്ഷേ മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് കൂടി ഉണ്ടെങ്കിൽ 0.5%. മഞ്ഞ കളറാണ്, മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 1%. ഓറഞ്ച് കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 1.5%. ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ 2%ഉം അതിന് മുകളിലും. ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് കീറ്റോൺ ബോഡീസ്. അസെറ്റോൺ, അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്, ഇവ മൂന്നുമാണ് കീറ്റോൺ ബോഡീസായി അറിയപ്പെടുന്നത്. ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ കീറ്റോൺ ബോഡീസ് ബ്ലഡിലേക്ക് കലരുകയും കിഡ്നി അതിനെ ഫിൽട്രേഷൻ വഴി മൂത്രത്തിലെത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യങ്ങൾക്കായി ഗ്ലൂക്കോസിന് പകരം കൊഴുപ്പിനെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ യൂറിനിൽ കീറ്റോൺ ബോഡീസ് കാണപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതിനെ കീറ്റോനൂറിയ എന്നാണ് വിളിക്കുന്നത്. അൺകൺട്രോൾഡ് ഡയബറ്റസ് മെലിറ്റസിൽ കീറ്റോൺ ബോഡീസിൻ്റെ അളവ് രക്തത്തിൽ കൂടി വന്ന് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന അവസ്ഥയുണ്ടാകും. മൂത്രത്തിൽ കീറ്റോൺ ബോഡീസ് കാണപ്പെടുന്ന ഒരവസ്ഥയാണിത്. മറ്റൊരവസ്ഥ സ്റ്റാർവേഷനാണ്. പട്ടിണി കിടന്നാൽ കീറ്റോനൂറിയ കാണപ്പെടും. കീറ്റോനൂറിയ കണ്ടെത്താനുള്ള ടെസ്റ്റിൻ്റെ പേര് റോതെറാസ് ടെസ്റ്റ് എന്നാണ്. കൂടാതെ റിയാജൻ ടെസ്റ്റ് സ്ട്രിപ്പ് മെത്തേഡും ഉണ്ട്.
റൊത്തേറാസ് ടെസ്റ്റ് ചെയ്യാൻ സോഡിയം നൈട്രോപ്രൊസൈഡ് അഥവാ റൊത്തേറാസ് റിയേജൻ്റ് ആണ് നാം ഉപയോഗിക്കുന്നത്. കീറ്റോൺ ബോഡികൾ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ സോഡിയം നൈട്രോപ്രൊസൈഡുമായി ചേർന്ന് ഒരു പർപ്പിൾ കളറുള്ള കോംപ്ലക്സ് രൂപപ്പെടുത്തുന്നു. ഇതാണ് റൊത്തേറാസ് ടെസ്റ്റിൻ്റെ പ്രവർത്തന തത്വം. റൊത്തേറാസ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കാം. ഫ്രഷ് യൂറിൻ ആണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. സമയം വൈകുമ്പോൾ കീറ്റോൺ ബോഡീസ് യൂറിനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതിനാലാണത്. എ ഫ്രഷ് യൂറിൻ സ്പെസിമെൻ ഈസ് ആൾവേസ് പ്രിഫേർഡ് ഫോർ കീറ്റോൺ ബോഡി എസ്റ്റിമേഷൻ. ഇനി എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ട്രാൻസ്ഫർ അബൌട്ട് 5 ml ഓഫ് യൂറിൻ ടു എ ടെസ്റ്റ് ട്യൂബ്. 5 ml യൂറിൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. സാച്ചുറേറ്റ് വിത്ത് അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റ് അല്പാൽപമായി യൂറിനിൽ ലയിപ്പിക്കുക. അമോണിയം സൾഫേറ്റ് അൺഡിസോൾവ്ഡ് ആയി കാണുന്നതുവരെ നന്നായി മിക്സ് ചെയ്ത് ലയിപ്പിക്കുക. ഇതിനാണ് സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ശേഷം add a pinch of sodium nitroprusside or 2 to 3 ml of sodium nitroprusside solution. അതായത് ഒരൽപ്പം സോഡിയം നൈട്രോപ്രൊസൈഡ് ക്രിസ്റ്റൽസ് ഇതിലേക്ക് ചേർക്കുക. അല്ലെങ്കിൽ 2 ml 3 ml സോഡിയം നൈട്രോപ്രൊസൈഡ് ലായനി ചേർത്താലും മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് വെൽ and add liquor ammonia drop wise along the sides of the tube. ലിക്വർ അമോണിയ ട്യൂബിൻ്റെ സൈഡിലൂടെ ഡ്രോപ്പായി ഒഴിക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ട്യൂബിലെ സാച്ചുറേറ്റ് ചെയ്ത യൂറിന് മുകളിൽ ഒരു ലെയറായാണ് ലിക്വർ അമോണിയ നിൽക്കേണ്ടത്. ഇങ്ങനെയുണ്ടാകുന്ന 2 ലെയറുകൾക്കിടയിൽ ഒരു പേർപ്പിൾ റിംഗ് രൂപപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒബ്സർവ് പർപ്പിൾ റിംഗ് അറ്റ് ജംഗ്ഷൻ ഓഫ് 2 layers. പർപ്പിൾ റിംഗ് ഉണ്ടായാൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. പർപ്പിൾ റിംഗ് ഉണ്ടായില്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവുമാണ്. യൂറിൻ കെമിക്കൽ അനാലിസിസ് തീർന്നിട്ടില്ല. ബാക്കി ടെസ്റ്റുകൾ അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. അതുവരെയും ആരും വെറുതെ ഇരിക്കരുത്. ഈ പ്രസൻറ്റേഷൻ ആവർത്തിച്ച് കാണുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ സ്വന്തം അധ്യാപകരോട് പങ്കുവെക്കുക. ഇനി ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിക്കുക. ചോദ്യം 1. യൂറിൻ കെമിക്കൽ അനാലിസിസ് സോഡിയം നൈട്രോപ്രൊസൈഡ് റിയേജന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഏതെല്ലാം രോഗാവസ്ഥയിലാണ് ഈ ടെസ്റ്റുകൾ ചെയ്യാറുള്ളത്? ചോദ്യം 2. ഗ്ലൈക്കോഷൂറിയ എന്ന അവസ്ഥ കാണപ്പെടുന്നത് ഏതെല്ലാം രോഗാവസ്ഥയിലാണ്? ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഗ്ലൈക്കോഷൂറിയ കണ്ടെത്തുന്നത്? 3. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ് ഉപയോഗിച്ച് യൂറിനിലെ പ്രോട്ടീൻ കണ്ടെത്തുന്ന വിധം വിശദീകരിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.